ഫെബ്രുവരി 13 ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവിലേക്ക് സ്വാഗതം. സാധാരണ യുഎഇയിൽ PCR ടെസ്റ്റ് എടുക്കുന്നത് മൂക്കിൽ നിന്നാണ് സ്വാബ് എടുത്തുകൊണ്ട് പോകുന്നത്. അതൊന്നും മാറ്റിയിട്ട് ഉമിനീർ പരിശോധനയിലേക്ക് നീങ്ങുന്ന കാര്യം സജീവമായിട്ട് ആലോചിക്കുകയും ചില കാറ്റഗറികളിൽ എളുപ്പത്തിനു വേണ്ടി അത് ചെയ്യാൻ തീരുമാനിക്കുകയുമാണ്. ഒന്നാമത്തെ കാറ്റഗറി കുട്ടികൾക്ക്, 12 വയസ്സിൽ താഴെയുള്ളവർക്ക് ഈ ഉമിനീരെടുത്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ ആരംഭിക്കുകയാണ് യുഎഇയിൽ. ഇതെല്ലാവരും അറിഞ്ഞു വെച്ചുകൊണ്ട് സഹകരിക്കണം എന്നാണ് അബുദാബിയുടെ ഹെൽത്ത് അതോറിറ്റി പറയുന്നത്. വാക്സിൻ സ്വീകരിച്ച ആളുകളുണ്ട്. ഞങ്ങളിനി PCR നടത്തണോ, ടെസ്റ്റ് നടത്തണോ, ഉമിനീര് വേണോ, മൂക്കിൽ നിന്ന് എടുക്കണോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നവരും എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ട്, ടെസ്റ്റ് വേണം എങ്കിൽ ചെയ്യാൻ പറ്റിയ ടെസ്റ്റാണ് ഉമിനീർ ടെസ്റ്റ് എന്ന് ഗവൺമെന്റ് പറയുകയാണ്. ആശുപത്രിയിൽ കിടക്കുന്ന മറ്റു പല രോഗികളും അവർക്കിങ്ങനെ മൂക്കിൽ നിന്ന് ഈ സ്വാബ് എടുക്കുന്നതൊക്കെ അസ്വസ്ഥതയാണ്. ഒരുപാട് ചിലപ്പോൾ തുമ്മും. അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഉമിനീർ പരിശോധന. വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അതുപോലെ പ്രായം കൂടിയ ആളുകൾക്ക്, ഈ 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് ഇങ്ങനെ മൂക്കിലിട്ട് ഈ സ്വാബ് എടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന അസ്വസ്ഥതയും അസ്വാഭാവികതയും ഒഴിവാക്കാൻ എളുപ്പത്തിൽ നടത്താവുന്ന ക്രിയയാണ് ഉമിനീർ ടെസ്റ്റ്. അപ്പോൾ ഈ സലൈവ ടെസ്റ്റ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ദുബായിലും അപ്രൂവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അബുദാബിയും അപ്രൂവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മൊത്തം യുഎഇയിൽ അതിന്റെ അപ്രൂവൽ ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാമ്പിൾ കളക്ഷൻ വളരെ ഈസിയാണ്. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എല്ലാവരും മനസ്സിലാക്കേണ്ടതായി ശാസ്ത്രകാരന്മാർ പറയുന്നത്, വളരെ നേരത്തെ ഉള്ള സ്റ്റേജിൽ ഒരാൾക്ക് കോവിഡ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പദ്ധതിയാണ് ഉമിനീർ വഴിയുള്ള പരിശോധന എന്ന് പറയുന്നത്. ഏതായാലും ഒന്ന് മനസ്സിൽ വെക്കട്ടെ, എളുപ്പമാകട്ടെ, നേരത്തെ കണ്ടുപിടിക്കട്ടെ, നല്ലതായി വരട്ടെ. ഒരുപാട് ആനുകൂല്യങ്ങളുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിസിറ്റ് വിസക്കാർക്ക് മാർച്ച് 31 വരെ പിഴ കൂടാതെ നിൽക്കാം. അതിനുശേഷം സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാം. അതല്ലെങ്കിൽ അവരവരുടെ നാട്ടിലേക്ക് പോകാം. ഈ കുവൈറ്റിലും സൗദിയിലുമൊക്കെ പോകാൻ വേണ്ടി വന്നു കിടക്കുന്ന ആളുകൾക്ക് എന്ത് അനുഗ്രഹമാണ് യുഎഇ ഭരണകൂടം ചെയ്തു കൊടുത്തിരിക്കുന്നത്. പിന്നീട് വേണ്ടത് താമസിക്കാൻ സ്ഥലമാണ്. ഒത്തിരി പേരത് ചെയ്യുന്നുണ്ട്. പിന്നെ ആഹാരമാണ്. ഇവിടെ ചോദിക്കേ വേണ്ടു സന്മനസ്സുള്ള ഒത്തിരി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നാട്ടിൽ നിന്ന് വരാൻ 6 മാസം കഴിഞ്ഞവർക്ക് വിസ വാലിഡ് ആണെങ്കിൽ മാർച്ച് 31 വരെ സമയമുണ്ട്. അങ്ങനെയും ഒരു ആനുകൂല്യം കൊടുത്തിരിക്കുകയാണ്. ഈ ആനുകൂല്യങ്ങളൊക്കെ ഈ അവസരത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഇതേക്കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇത്തരം അപ്ഡേറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും മാറ്റം ഇടയ്ക്ക് വരുന്നോ എന്ന കാര്യം ഒന്ന് പരിശോധിക്കുക. അതിനൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ ആവർത്തിച്ചും പല കാര്യങ്ങളും പറയുന്നത്. ചില പ്രേക്ഷകർ, ബഹുമാനപ്പെട്ട പ്രേക്ഷകർ, ഞങ്ങൾക്കെതിരെ ശക്തമായ ആരോപണം പോലെ ഞങ്ങളുടെ ഇൻബോക്സിലൊക്കെ ഒന്ന് പറയാറുണ്ട്. നിങ്ങൾ 10-ാം തീയതി പറഞ്ഞ കാര്യം തന്നെ 15-ാം തീയതിയും റിപ്പീറ്റ് ചെയ്തല്ലോ എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ ഇത് കേൾക്കാതിരിക്കുന്ന, കാണാതിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഏതോ ഒരു മരുഭൂമിയുടെ കോണിലുണ്ടെങ്കിൽ അവർ കൂടി അറിയട്ടെ എന്ന് കരുതിയാണ് സുപ്രധാനമായ പല കാര്യങ്ങളും അത്യാവശ്യം ചെറിയ വാക്കുകളിൽ ആവർത്തിക്കുന്നത് എന്ന് ആ സഹോദരനെ അറിയിച്ചു കൊള്ളട്ടെ. കോവിഡിന്റെ കാലത്ത് സ്വയം സ്വകാര്യത മറന്നുകൊണ്ട് പരസ്യപ്പെടുത്തുന്ന ചില ആളുകളുണ്ട്. അബുദാബിയിൽ ഒരാൾ മൊബൈൽ കാണിക്കുന്നു, ഇതാ കണ്ടോ, ഞാൻ പോസിറ്റീവാണ്, ഇത് കണ്ടോ, റിപ്പോർട്ട് കണ്ടോ, ഞാൻ പോസിറ്റീവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തെരുവിലൂടെ നടക്കുന്നു. പിറകിൽ നിന്നൊരു വിദ്വാൻ അദ്ദേഹത്തിന്റെ വീഡിയോ എടുക്കുന്നു, വൈറലാക്കാൻ വേണ്ടി അത് പോസ്റ്റ് ചെയ്യുന്നു. കോവിഡ് പോസിറ്റീവ് രോഗി ഇതാ നടന്നു പോകുന്നു. എന്തൊരു അസംബന്ധമാണ് ഇവർ ചെയ്യുന്നത്. ഒന്ന്, കോവിഡ് പോസിറ്റീവായ രോഗി അയാളുടെ സ്വകാര്യത മാനിക്കണ്ടേ? അയാളുടെ സ്വകാര്യത വിലപ്പെട്ടതല്ലേ? സമൂഹത്തിന് വിലപ്പെട്ടതാണ്, അയാൾക്ക് വിലപ്പെട്ടതല്ലെങ്കിലും. 2, അയാൾ പുറത്തിറങ്ങാമോ? ഏകാന്തവാസത്തിൽ കഴിയേണ്ടതല്ലേ? അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകേണ്ടതല്ലേ? 3, ഇതിനെയൊക്കെ പിടിച്ച് മൊബൈൽ കയ്യിലുണ്ട് എന്ന് കരുതിയിട്ട് പബ്ലിക്കിനെ അറിയിക്കുന്നതാണോ സാമാന്യ മര്യാദ? സുഹൃത്താണോ അയാൾ? 2 പേരും ജയിലിലായി. നമുക്ക് എല്ലാവർക്കും ഇതൊരു വലിയ മാതൃകയാവട്ടെ. ആരും അങ്ങനെ ആകാതിരിക്കട്ടെ. ഇന്ന് രാത്രിയോടെ ഞങ്ങളൊരു സ്പെഷ്യൽ വീഡിയോ ഇട്ടു. ഒരുപക്ഷെ റെവല്യൂഷൻ, അക്ഷരാർത്ഥത്തിൽ ഒരു വിപ്ലവം
എന്ന് പറഞ്ഞുകൊണ്ട് സമീപിക്കാവുന്ന കാര്യമാണ്. UAE-യിൽ കച്ചവടം ആരംഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് ആശ്വാസമാണ്. ഒരു 10,000 ദിർഹത്തിന് ഒരു പ്രൊഫഷണൽ ലൈസൻസ് 1 മണിക്കൂറിൽ കിട്ടുന്നു. മാത്രമല്ല 3 വർഷത്തേക്കുള്ള പാർട്ട്ണർ വിസ, മെഡിക്കലും എമിറേറ്റ്സ് ഐഡിയും അടക്കം കിട്ടുന്നു. ഇതാണ് ദുബായ് അൽത്വാർ സെന്ററിൽ ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചുകൊണ്ട് ECH എന്ന പ്രസ്ഥാനം ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ റവല്യൂഷൻ. മുമ്പ് തന്നെ 7,000 + 4,000 11,000 കൊടുത്ത അതിന്റെ റെക്കോർഡിൽ 3,000-ലധികം ആളുകളാണ് മലയാളികളടക്കമുള്ളവർ കൂടുതലായിട്ട് ലൈസൻസ് നേടിയെടുത്തിരിക്കുന്നത്. ഈ അവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് നാളത്തേക്ക്, കുറച്ച് ദിവസത്തേക്ക് കാണുള്ളൂ. പക്ഷെ പുതുക്കി കിട്ടുന്നവർക്ക് അടുത്ത വർഷമാകുമ്പോൾ പുതുക്കി കിട്ടാൻ അർഹതയുള്ളവർക്ക് എല്ലാവർക്കും പുതുക്കി കൊടുക്കുകയും ചെയ്യും. ഇത് സ്പോൺസറുടെ ഫീസ് അടക്കമുള്ളതാണ്. 100% ഉടമസ്ഥാവകാശമാണ്. ഇനി ടെക്നിക്കൽ കമ്പനി വേണോ? 12,000 കൊടുത്താൽ മതി. ഇങ്ങനെ ഒരുപാട് ആനുകൂല്യമുള്ള 2 പാർട്ണർ ഉണ്ടോ? രണ്ടാമത്തെ പാർട്ണറുടെ വിസയുടെ കാശ് കൂടി അഡീഷണൽ കൊടുത്താൽ മതി. അങ്ങനെ സ്കില്ലുള്ള നോക്കി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ സമീപിച്ചിപ്പോൾ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നിരവധി ചെയ്തിട്ട് അത്ഭുതം കാണിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ECH എന്ന അഭിമാനത്തോടു കൂടി ദുബായ് വാർത്ത അറിയിക്കട്ടെ. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തേക്കൂ. 054 3071 888. ഓർമ്മിച്ചിരിക്കുക എളുപ്പമാണ്. അതിലേക്ക് വിളിക്കൂ. നാളെയോ മറ്റന്നാളോ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കൂ. അതിന്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് പഠിക്കൂ, ചെയ്യൂ. അടുത്ത മറ്റൊരു നമ്പർ കൂടി തരാം. 056 596 3838. ഓർമ്മിച്ചിരിക്കാൻ എളുപ്പമാണ്. മൂന്നാമത്തെ നമ്പർ കൂടിയുണ്ട്. 056 85 82 82 5. ഈ നമ്പറുകളിൽ വിളിച്ചാൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. ഏതൊക്കെ കാറ്റഗറി, എന്തൊക്കെ ചെയ്യണം, ഏത് സ്പോൺസർക്ക് വല്ലതും കൊടുക്കണോ, വേറെ ശതമാനം വല്ലതുണ്ടോ, 100% നമുക്ക് തന്നെയാണോ, ഇതൊക്കെ ഒന്ന് ഉറപ്പിച്ചോളൂ. UAE-യിൽ ഇന്ന് 15 മരണമാണ്. ഇന്നത്തെ മരണസംഖ്യ വരുമ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. 1000 എന്നൊരു അക്കം കടന്നിരിക്കുകയാണ് ഇന്ന് UAE-യിലെ മരണസംഖ്യ. 1001 മൊത്തം ഇന്നത്തെ 15 കൂടി. അപ്പോൾ 1 മില്യന് 100 പേർ എന്ന രൂപത്തിൽ മരണസംഖ്യയുടെ കണക്ക് UAE കുറിച്ച് പറയേണ്ടി വരും. 2,600-ലധികം ആളുകൾക്ക് ഇന്ന് രോഗബാധയുണ്ടായി. ഈ 100 മൊത്തം GCC-യിൽ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ അറിയണം. ഒമാൻ ഏറ്റവും കൂടുതൽ, 1 മില്യൺ ആളുകൾക്ക് 297 പേർ മരിച്ചു എന്ന കണക്ക്. പിന്നീട് കുവൈറ്റ് 1 മില്യന് 232. പിന്നീട് ബഹ്റൈൻ 227, സൗദി 183, ഖത്തറാണ് ഏറ്റവും കുറവ്. 1 മില്യൺ ആളുകൾക്ക് 91 പേരാണ് മരണമടഞ്ഞിരിക്കുന്നത്. അബുദാബിയിൽ 10 മാസത്തിനിപ്പുറം പല സ്കൂൾ കുട്ടികളും അവരുടെ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ പോവുകയാണ് നാളെ മുതൽ, ഫെബ്രുവരി 14 മുതൽ. ഏതായാലും ഒരു ക്ലാസ്സിൽ മാക്സിമം അങ്ങേയറ്റം പോയാൽ 30 പേർ, അതിനപ്പുറം പോകരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികൾക്ക് പ്രവേശനം കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരർത്ഥം നിങ്ങൾ പറയട്ടെ. മറ്റു പല എമിറേറ്റുകളിലും ഇപ്പോൾ സ്കൂൾ കുട്ടികൾ തൽക്കാലം ക്ലാസ്സിൽ വരേണ്ട, ഓൺലൈനിൽ പഠിച്ചാൽ മതി എന്ന് പറയുകയും അബുദാബി നാളെ മുതൽ 30 പേർക്ക് വരെ ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാം എന്ന് പറയുകയും ചെയ്യുന്നതിൽ നിന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ എന്ത് മനസ്സിലാക്കുന്നു? ഞങ്ങളൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ കുറേ നാളായി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് PCR എടുക്കുന്നു, റാപ്പിഡ് ടെസ്റ്റ് എടുക്കുന്നു. അങ്ങോട്ട് പോകാൻ അവിടെ എത്തിയാൽ 5 ദിവസം കഴിയണം, വീണ്ടും അടുത്ത ടെസ്റ്റ് എടുക്കണം. ഇനി അല്ലാതെ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ക്വാറന്റൈനിൽ കഴിയണം. ഇങ്ങനെ കർശനമായി പല കാര്യങ്ങളും അബുദാബി പറഞ്ഞല്ലോ. അബുദാബിയിൽ രോഗബാധ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. നാളെ മുതൽ ഒരു ക്ലാസ്സിൽ 30 കുട്ടികൾ വന്നിരിക്കാം എന്ന് പറഞ്ഞതിന്റെ സാരമെന്ന് സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കണമെന്നതുകൂടി ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയായി വരട്ടെ. ലോകം മുഴുവനും കുറഞ്ഞു വരുന്നു. പക്ഷേ ലോകാരോഗ്യ സംഘടന പറയുന്നു, ഈ കുറവിനെ നിങ്ങൾ കുറവായി കാണരുത്. ദീർഘകാലം ഈ രോഗം നമ്മുടെ കൂടെ ഉണ്ടാവും. യൂറോപ്യൻ യൂണിയന്റെ ഡിസീസ് കൺട്രോൾ സെക്ഷന്റെ മേലധികാരി പറയുന്നു, രോഗം കൂടെ ഉണ്ടാകും. വാക്സിൻ വരും, മരുന്നുകൾ വരും, സൗകര്യങ്ങൾ വരും, രോഗം കുറയും, മരണം കുറയും. പക്ഷേ ഈ രോഗം ഇപ്പോഴൊന്നും വിട്ടുപോകില്ല എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ് ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെഡ്രോസ്. അതുപോലെ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ യൂണിയന്റെ മേധാവിയും പറയുകയാണ്. നമ്മൾ ഒന്നനുസരിക്കണം എന്നത് മാത്രമേ ദുബായ് വാർത്തയും ഈ ഫെബ്രുവരി 13 രാത്രിയിൽ ഓർമ്മിപ്പിക്കുന്നുള്ളൂ.
കൂട്ടത്തിൽ ചെറുതെന്ന് തോന്നാവുന്ന വലിയ മാതൃകാപരമായ ഒരു കാര്യം പറയട്ടെ. ഈ കഴിഞ്ഞ 10-11 മാസം വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഓരോരോ വാതിലുകളിൽ കൊണ്ടുപോയി ആഗ്രഹിച്ച ഫുഡ് വിതരണം ചെയ്ത റെസ്റ്റോറന്റ് ജീവനക്കാർ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം അവരുടെ കാര്യം. അവർക്ക് രാത്രി വളരെ വൈകിയേ ഉറങ്ങാൻ പറ്റൂ, നേരത്തെ എണീക്കണം, കാരണം രോഗികളായ ആളുകൾക്ക് സപ്ലൈ ചെയ്യണം, കടയിൽ വരുന്നവർ കുറവാണെങ്കിലും കൊണ്ടു കൊടുക്കണം, ഓർഡർ എടുക്കണം, കൃത്യമായത് വിന്യസിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത ഒത്തിരി ആയിരക്കണക്കിന് മലയാളികളുണ്ട്. ഭൂരിഭാഗവും മലയാളികളാണ് ഈ കൂട്ടത്തിൽ. അങ്ങനെയുള്ള ആളുകളെ പലപ്പോഴും പല മാനേജ്മെന്റുകളും, എന്നും ദുരിതമാണ് നമുക്കറിയാം, മാനേജ്മെന്റുകൾക്ക് വാരിക്കോരി കൈനിറയെ കൊടുക്കാനൊന്നും പലപ്പോഴും പറ്റില്ല. കാരണം ഇപ്പോൾ റെസ്റ്റോറന്റ് ബിസിനസ് മൊത്തത്തിലൊന്ന് ഡൗൺ ആണ്. ഈ സാഹചര്യത്തിലും ഒരു റെസ്റ്റോറന്റ് ഗ്രൂപ്പ് ചെയ്തത് മഹനീയമായി കഴിഞ്ഞ 11 മാസം പ്രവർത്തിച്ച ജീവനക്കാരെയെല്ലാം എല്ലാ ബ്രാഞ്ചുകളും അടച്ചിട്ടുകൊണ്ട് ഒരു ദിവസം ഒരു റിസോർട്ടിൽ കൊണ്ടുപോയി എന്താണ് റിസോർട്ടിലെ ജീവിതം എന്നൊന്നറിയൂ. എത്രയോ റിസോർട്ടുകളിൽ, 5 സ്റ്റാർ ഹോട്ടലുകളിൽ നിങ്ങൾ കൊണ്ടുപോയി സപ്ലൈ ചെയ്തില്ലേ? അവിടെയൊക്കെ ആളുകൾ എങ്ങനെ കഴിയുന്നു എന്ന് ഒരു ദിവസം നിങ്ങളൊന്നറിയൂ. നിങ്ങൾ ഡെലിവറിയുടെയോ സപ്ലൈ ചെയ്യുന്നതിന്റെയോ മേശ തുടയ്ക്കുന്നതിന്റെയോ പ്ലേറ്റ് കഴുകുന്നതിന്റെയോ ബുദ്ധിമുട്ടൊന്നും അറിയാത്ത ഒരു ദിവസം നിങ്ങളൊന്ന് ആസ്വദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി പാർപ്പിച്ച് കലാപരിപാടികൾ, പാട്ട് മത്സരം, എല്ലാ സോഷ്യൽ ഡിസ്റ്റൻസിംഗും കീപ്പ് ചെയ്തുകൊണ്ട് പാലിച്ചതിന്റെ അന്തസ്സിൽ ആ ജീവനക്കാർ ഞങ്ങളുടെ പ്രാണൻ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുകയാണ്. പറഞ്ഞു വരുന്നത് കോഴിക്കോട് സ്റ്റാർ എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ഗ്രൂപ്പിനെ കുറിച്ചാണ്. ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും ഫീൽഡിൽ മാതൃകയാക്കാൻ പറ്റുമോ? പാവപ്പെട്ട് കഷ്ടപ്പെട്ട് കഴിയുന്ന തൊഴിലാളികൾക്ക് ഒരു ദിവസം ഒരു സന്തോഷത്തിന്റെ ഒരു ദിനരാത്രം പകർന്നു കൊടുക്കാൻ പറ്റുമോ എന്നൊന്ന് ആലോചിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു ഉദാഹരണം ഞങ്ങളുടെ മുന്നിൽ വന്നത് സൂചിപ്പിച്ചതാണ്. അവിടുത്തെ ജീവനക്കാരാണ് വിളിച്ചു പറയുന്നത്, ദുബായ് വാർത്തയിലെങ്കിലും ഇതൊന്ന് പറയണം, ലോകമറിയട്ടെ, മറ്റുള്ള റെസ്റ്റോറന്റുകളും കഫ്റ്റീരിയകളും ഒക്കെ ഒരു ദിവസം, അര ദിവസം ഒന്ന് ചുറ്റിക്കറക്കാൻ വേണ്ടി ജീവനക്കാരെ കൊണ്ടുപോകട്ടെ. ഞങ്ങൾ അതിന് വോട്ട് ചെയ്യുന്നു. ഒന്ന് അര ദിവസം കൊണ്ടുപോകൂ. ഇവർ കട അടച്ചിട്ടു കോഴിക്കോട് സ്റ്റാർ. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല, ഭാഗികമായിട്ടെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഈ ദുരിതക്കയത്തിലും ഒന്ന് നോക്കൂ എന്ന് പറയാൻ വേണ്ടി മാത്രം ഓർമ്മിപ്പിച്ചതാണ്. ഒരാൾ അയച്ചൊരു പ്രതികരണം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്ന് ഇട്ടൊരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട്. അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ്, ഈ രോഗം കുറയുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, AC എന്നൊക്കെ ഇറങ്ങിയിട്ട് അരമണിക്കൂർ ഒന്ന് വെയിലത്ത് വന്ന് നിൽക്കൂ. മാന്യ പ്രേക്ഷകൻ സജസ്റ്റ് ചെയ്തതാണ്. ഞങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ റൂമുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകാന്തമായിട്ട് ദിനത്തിരക്കില്ലാത്ത ഭാഗത്ത് പാർക്കുകളുടെയോ കടലോര പ്രദേശങ്ങളുടെയോ അടുത്തൊക്കെ ഒന്ന് നടന്നുപോയി അല്പം വെയിൽ കൊള്ളാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചുകൂടെ? നമുക്കൊന്ന് ഒരു പരിഷ്കാരത്തിന് വേണ്ടി, ഈ കാലഘട്ടത്തിന്റെ അത്യാവശ്യത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിക്കണം. എങ്കിലേ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മൾ പ്രകൃതിയുമായിട്ടൊന്ന് ഇണങ്ങണം, നമുക്കൊന്ന് ശ്രമിക്കാം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇപ്പോഴിതാ വാക്സിൻ കുട്ടികളിൽ പരീക്ഷിക്കാൻ പോകുന്നു. പരീക്ഷിക്കാൻ പോകുന്നു. 6 വയസ്സ് മുതൽ 17 വയസ്സുള്ള കുട്ടികളെ വിളിച്ചിട്ട് 300 പേരെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർ കുത്തിവെക്കാൻ പോവുകയാണ്. അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ലോകം മുഴുവനുമുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വൈറസിനെ ഓടിക്കാൻ നോക്കും തോറും 3-4 വേരിയേഷൻ വന്നിട്ട് നമ്മളെ വീണ്ടും ഒന്ന് പേടിപ്പെടുത്താൻ വേണ്ടി വരികയാണ്. വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് നീങ്ങുക. 108 മില്യൺ 109 മില്യൺ ആളുകൾക്ക് രോഗബാധയുണ്ടായി. അതിൽ 24 ലക്ഷത്തോളം ആളുകൾ മരിച്ചു പോയിരിക്കുന്നു. ഭാഗ്യം മറ്റൊരു കാര്യം, ഈ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം 1,06,000 1,07,000 വന്നത് ഇപ്പൊ 99,000 കുറഞ്ഞിട്ടുണ്ട്. അതൊരാശ്വാസത്തിന്റെ വലിയ പത്രികയായി മാറട്ടെ. നാട്ടിലേക്ക് കാർഗോ അയക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, സീ കാർഗോ, എയർ കാർഗോ, ഇങ്ങനെ പലതുണ്ട്. ഡോർ ടു ഡോർ ഉണ്ട്, പോയി വാങ്ങുന്നുണ്ട് നാട്ടിൽ, പലതും അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. നിങ്ങൾക്കിതൊക്കെ കൃത്യമായി അന്വേഷിച്ചിട്ട് എത്ര ദിവസം കൊണ്ട് കിട്ടും, എന്ത് ചെയ്യണം ഇത്ര ദിവസം കൊണ്ട് കിട്ടാൻ, ഇങ്ങനെയുള്ളൊരു അഡ്വൈസ് ആദ്യം എടുക്കുക. അതൊരു 10-20 വർഷത്തെ പാരമ്പര്യത്തിൽ നിന്നേ അങ്ങനെയുള്ള ഉപദേശം നമുക്ക് നൽകാൻ പറ്റും. അതാണ് ABC കാർഗോ. ഞങ്ങളുടെ സ്ക്രീനിൽ എപ്പോഴും പറയും, 10 നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ABC കാർഗോ. നിങ്ങൾ ഉപദേശം തേടിയിട്ട് ഇതെന്ന് കൊടുക്കാൻ പറ്റും, എന്ന് കിട്ടാൻ പറ്റും, അതിന് എത്ര കാശ് കൊടുക്കണം, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു നമ്പർ തരാം, 800 916. അതിൽ വിളിച്ച് സംസാരിച്ചിട്ട്
റേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയക്കാം ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രത്യേക ഘട്ടത്തിൽ ആളുകൾ പോകുന്നതിന് പകരം കാർഗോ ധാരാളമായി കുടുംബക്കാർക്ക് വേണ്ടി അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന സത്യം മറക്കാതിരിക്കുക. ദുബായ് വാർത്തയുടെ ഫെബ്രുവരി 13 ഈ നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് സമാപിക്കുന്നു. നിങ്ങളുടെ ഇടപെടലുകളും നിങ്ങളുടെ കമന്റുകളും നിങ്ങളുടെ ഷെയർ, വേറൊരാൾ ഈ കാര്യം അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പകർത്തിവിടുന്ന, നിങ്ങൾ കോപ്പിയെടുത്ത് നിങ്ങൾ അങ്ങോട്ട് അയക്കുന്ന ആ ഷെയറുകളൊക്കെയാണ് ഞങ്ങളുടെ ജീവനായി മാറുന്നത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.